ഇന്നത്തെ എൻ്റെ റെസിപ്പി ഭട്ടൂരയാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ടേസ്റ്റിയായ ഒരു ഭട്ടൂര എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മൾ സാധാരണ ഭട്ടൂര തയ്യാറാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഇന്ന് ഭട്ടൂര തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനൊരു 4 ബ്രെഡ് നനച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഒരു തവണയെങ്കിലും നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്രയും ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനും ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഭട്ടൂര തയ്യാറാക്കിയാൽ കുട്ടികളും വലിയവരൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ ആ ഒരു പാകത്തിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് നേരം വെക്കൊന്നും വേണ്ട. ഇതാ ഓരോ ഉരുളകളാക്കി ഇങ്ങനെ എടുക്കുക. ചപ്പാത്തിയുടെ ഒക്കെ വലുപ്പത്തിൽ ഓരോ ഉരുളകളാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ അത് പരത്താൻ പോവുകയാണ്. കുറച്ച് പൊടി ഞാൻ അതിൻ്റെ മേലെ വിതറി കൊടുത്തിട്ടുണ്ട്. ഇതാ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ നല്ല വട്ടത്തിലൊന്ന് പരത്തിയെടുക്കട്ടോ. ഇങ്ങനെ മുഴുവനായി പരത്തിയെടുത്തതിന് ശേഷം ഇതങ്ങനെ ഇതുപോലെ വെട്ടിയെടുക്കുക കേട്ടോ. കണ്ടില്ലേ? ഇനി ഇങ്ങനെ ഓരോന്ന് എണ്ണയിലിട്ടിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതാ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ചൂടായി വന്നതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇതിന് കറിയൊന്നും വേണമെന്നൊന്നുമില്ല, നല്ല ചായൻ്റെ കൂടെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കണ്ടില്ലേ, നല്ല പൊള്ളച്ച് വന്നിട്ടുണ്ട്. വെയിലായതുകൊണ്ടാണ്, അടുക്കളൻ്റെ ഭാഗത്ത് നല്ല വെയിലുണ്ട്. വെയിലായതുകൊണ്ടാണ് ഈ തെളിഞ്ഞ് കാണാത്തത്. ഇങ്ങനെ ഇതുപോലെ എല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കട്ടോ. അതിലെല്ലാം നല്ല പൊള്ളച്ച് വരുന്നുണ്ട്. നല്ല സോഫ്റ്റാണത്. കഴിച്ച് കഴിഞ്ഞാൽ നിർത്തൂല, അത്ര ടേസ്റ്റാണ്.
അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.